ടൈഡ്സ്. അപ്പോൾ അതുകൊണ്ട് എസ്പെഷ്യലി ലോ ടൈഡ്സിൽ മഡ് ഫ്ലാറ്റ്സ് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് അധികം ഒരു ഫീഡിങ് ആക്റ്റീവ് ആവുക. അപ്പോൾ ആ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നോക്കുന്ന മാതിരി തന്നെ. പക്ഷെ ഇതിലിപ്പം ബിൽസ് ഷേപ്പ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇവർക്ക് ഫീഡിങ്ങിനുള്ള അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് ഓരോ സ്പീഷീസിനും ബില്ലിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒരു നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്. അതുമാതിരി തന്നെ ലെങ്ത് ആൻഡ് കളർ ഓഫ് ദ ലെഗ്സ്. അപ്പോൾ അതിൽ പക്ഷേ നമുക്ക് ഈ കളർ ഓഫ് ദ ലെഗ്സിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ബഡിലാണ് അധികം ഫീഡ് ചെയ്യുക ഈ സമയത്തൊക്കെ, ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ. അതുമാതിരി തിരിച്ചു പോകുന്ന സമയത്ത് ഏപ്രിൽ ആകുമ്പോഴേക്ക് തന്നെ ചിലതിനൊക്കെ പാർഷ്യലി ബ്രീഡിംഗ് പ്ലൂമേജ് വന്ന് തുടങ്ങും. അതുമാതിരി തന്നെ കുറച്ചു കാലം നമ്മൾ ഇവിടെ ഈ ട്രോപ്പിക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവർ പ്ലൂമേജിൻ്റെ കളർ മാറും. അത് നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് അത് ബ്ലീച്ച് ആവും. അതുമാതിരി ജൂനൈൽ ബേർഡ്സ് ഒക്കെ ചില ഫസ്റ്റ് വിൻ്റർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേർ ചെയ്യും പെട്ടെന്ന് ഫെതേഴ്സ്. അപ്പോൾ ആ സമയത്ത് പാറ്റേൺ ഒക്കെ മാറും. അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. അതുമാതിരി ഈവൻ ഡൈഡ് ബേർഡ്സ്, കളർ ഡൈ ചെയ്ത ബേർഡ്സ് ഉണ്ടാവും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പം ചിലപ്പോൾ നമ്മളൊരു വളരെ ഡിഫറെൻറ്റ് കളറിലൊരു ബേർഡിനെ കണ്ടാൽ ചിലപ്പോൾ അതും കൂടി സംശയിക്കേണ്ടി വരും. ഇതാണ് വെയ്ഡഡ് ടോപ്പോഗ്രഫി. ഇപ്പോൾ സാധാരണ നമ്മൾ എല്ലാ ബേർഡ്സിനും കാണുന്ന ഇതൊക്കെ തന്നെ. പക്ഷെ അത് വെയ്ഡസ് ആവുന്ന സമയത്ത് അതിൻ്റെ ഇപ്പം ലെഗ്സിൻ്റെ കാലിൻ്റെ ഒക്കെ ഇത് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മാൻഡൽ സ്കാപ്പുലാസ് ഉള്ളത്, അതുമാതിരി പ്രൈമറി പ്രൊജക്ഷൻ, അതുമാതിരി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ടെർമിനൽ ടെയിൽ ബാൻഡ്, റംപിൻ്റെ കളർ, അതുമാതിരി വിങ് ബാർ, അതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ടാവും. ഇതുമാതിരി ചിലതിന് ഈ ആക്സിലറീസ് കാണാം. ഇപ്പോൾ നമ്മളെ ബ്ലാക്ക് ബെല്ലി ഫ്ലവർ അല്ലെ ഗ്രേ ഫ്ലവറിന് വിങ്ങിൻ്റെ അടിയിൽ ഈ ആക്സിലറീസ് ഉണ്ടാവും, ആംപിറ്റ്സ് മാതിരി. അവിടെയുള്ള ഡാർക്ക് കളറാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമായിട്ടുള്ളൊരു ഫീച്ചർ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുമാതിരി ഇതിൽ ഐബ്രോ, കൊറോണൽ സ്ട്രൈപ്പ് ഉണ്ടാവും, ഇവിടെ ക്രൗൺ സ്ട്രൈപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ബെൻ കിങ്, പഴയ ഒരു ഓർണിത്തോളജിസ്റ്റ്, ഇത് റീസെൻ്റ് ആയിട്ടാണ് മുമ്പ് മരിച്ചത്, ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായത് try to look at the bird to see what it is rather what the bird you'd like it to be. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഒരു പാർട്ടിയൽ ഗോഡ്നെ കണ്ടിട്ട് അതിന് നമുക്ക് വേണമെങ്കിൽ കുറേ സമയം നോക്കിയിട്ട് നമുക്കത് ഒരു ഏഷ്യൻ ഡോച്ചറോ ഇങ്ങനെ എന്തെങ്കിലും ആക്കാം. അതുമാതിരി ബേർഡിൻ്റെ ഐഡൻറ്റിറ്റി മാത്രം ആയിരിക്കരുത് നമ്മുടെ ഒരു ഫൈനൽ എയിം. അതിൻ്റെ പുറമെ അതിൻ്റെ ഹാബിറ്റ്സ്, ബിഹേവിയർ, അതുമാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എപ്പോഴും. അത് ഈ ഐഡൻറ്റിഫൈ ചെയ്ത് ബേർഡിൻ്റെ പേര് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിന്ന് വിചാരിക്കാൻ പാടില്ല. കുറച്ചുകൂടെ എല്ലാ പക്ഷികളുടെ കാര്യത്തിലും അത് ബാധകമാണത്. നമ്മൾ സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കാനില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ പ്രാവശ്യം തവണ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം ബിഹേവിയർ. അതൊക്കെ ഈ ഐഡൻറ്റിഫിക്കേഷന് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വളരെ കോമൺ ആയിട്ടുള്ള ബേർഡ്സിനെ ഞാൻ അധികം ഒന്നും ഇതിൽ ഒന്നുമില്ല, ഒന്നും പറയുന്നേ ഇല്ല. പക്ഷേ അതേസമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ബേർഡ്സിനെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മതിയാവുമല്ലോ അല്ലേ? വെറുതെ നമ്മളിപ്പോൾ ഒരുപാട് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള പ്രശ്നമാണ്. ഗ്രേ ഫ്ലവറും ഗോൾഡൻ ഫ്ലവറും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ബേർഡ്സിനെയും നമ്മൾ വിൻ്റർ പ്ലൂമേജിലാണ് കാണാവുക. സമ്മർ പ്ലൂമേജിലുള്ള ഈവൻ ജുവന കുറവാണ്. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ഇതിൻ്റെ വിൻ്റർ പ്ലൂമേജാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അഡൽട്ട് വിൻ്ററാണ് ഞാൻ പൊതുവെ എല്ലാം കാണിക്കുന്നത്. ഇത് ഗ്രേ ഫ്ലവർ, ഇപ്പോഴത്തെ പേര് ബ്ലാക്ക് ബെല്ലി ഫ്ലവർ എന്നാണെന്ന് തോന്നുന്നു. അത് ഇതിന് സമ്മർ പ്ലൂമേജിൽ, ബ്രീഡിംഗ് പ്ലൂമേജിൽ നല്ല ബ്ലാക്ക് കളറിലെ ബെല്ലി വരും. പെട്ടെന്ന് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുമാതിരി ഉണ്ട്. ഒരു സൈസ് വ്യത്യാസമുണ്ട്. ഗ്രേ ഫ്ലവർ കുറച്ചുകൂടി വലുതാണ്. പിന്നെ ഗോൾഡൻ ഫ്ലവേഴ്സ് കുറെ കുറച്ച്, പിന്നെ ഗോൾഡൻ സ്ലൈറ്റ്ലി ഗോൾഡൻ യെല്ലോയിഷ് കളറുള്ള സ്പോട്ട്സ് ആണ് അതിൻ്റെ മേലെ മുഴുവൻ ഉണ്ടാവുക. കുറച്ചുകൂടി ചെറിയ ബേർഡാണത്.
പറന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഈ ആംപിറ്റിലുള്ള ബ്ലാക്ക് കളർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഗ്രേ പ്ലോവറിൻ്റെ. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഏഷ്യൻ ഞാൻ വലിയ ഗ്രൂപ്പായിട്ട് സ്വതവേ കണ്ടിട്ടുള്ളത്, വളരെ അധികമുള്ള ഗ്രൂപ്പായിട്ട് കണ്ടിട്ടുള്ളത് ഗോൾഡൻ ഫ്ലവേഴ്സ് ആണ്. ഇപ്പോഴങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഗ്രേ ഫ്ലവേഴ്സ് പൊതുവെ അത്ര അധികം നമ്പേഴ്സ് ഒന്നിച്ച് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. കേൾക്കുന്നത് ഞാൻ മിസ് ചെയ്ത് പോകുന്ന പോയിന്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള പോയിന്റ്സോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഒന്നിച്ച് തന്നെ. ഒരു മോണോലോഗിന് തമ്മിൽ സംസാരിക്കുന്ന മാതിരിയായ നല്ലത് കുറച്ചുകൂടി. കേൾക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും എന്താ പറയാനുണ്ടെങ്കിൽ പറയാം. എല്ലാവർക്കും ഇപ്പം നിങ്ങളെ ഫീൽഡിൽ ഇപ്പം നകളൊക്കെ നിങ്ങൾ ധാരാളം ഫീൽഡ് പോകുന്നത് നിങ്ങളാണ്. അപ്പൊ കുറെ കൂടി നിങ്ങൾക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. ലെഗ്സിലെ ആരോ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ഏത് ഈ ഫ്ലൈറ്റിലെ ലെഗ്സിന്റെ ആരോല്ലോ? ലെഗ്സ് സഹിച്ചാ അതന്നെയാ പറഞ്ഞത്. ഇതിപ്പം പിന്നെ ഗോളിൽ ലെഗ് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, മറ്റേതിൽ അങ്ങനെയില്ല. അതും ഒരു ഇൻഡിക്കേഷനാണ്. ഒരു ഗ്രൂപ്പായിട്ട് പറക്കുന്നൊക്കെ സമയത്ത് നമ്മൾ ഒരു പിന്നെ ഐഡന്റിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, നമ്മുടെ ബീച്ചിൽ കൂടുതൽ ഗ്രേ അല്ലേ കിട്ടുള്ളൂ? ഗ്രേ ആണ് അധികം കിട്ടുന്നത്. അതെ അതെ അതെ. മഡ് ഫ്ലാറ്റ്സിലും അതുമാതിരി ഈവൻ പാരി ഫീൽഡ്സ്, ഡ്രൈ പാരി ഫീൽഡ്സിലൊക്കെ മുമ്പൊക്കെ ഗോൾഡൻ ഫ്ലവേഴ്സ് വലിയ ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട്. 40, 50, ഈവൻ 100 ഒക്കെ ഉള്ളത് കണ്ടിട്ടുണ്ട്. ഇത് വലിയ പിന്നെ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നത് ഗൾഫ് ഓഫ് മന്നാർ, തൂത്തിക്കോറിൻ ആ ഏരിയയിൽ വലിയ അവിടെ ഈ പിന്നെ ഫ്ലൈ ആഷ് ഡംപ് ചെയ്യുന്ന വലിയ ബീച്ചസ് ഉണ്ട്. അവിടെ വളരെ വലിയ ഗ്രൂപ്പ് ഞങ്ങളുടെ ഉണ്ട്. എനിക്കൊന്ന് 500,000 അല്ലോ അന്ന്, കുറേ വർഷം മുമ്പാണ്. അവിടെയാണ് ഞാൻ ഏറ്റവും വലിയ ഗ്രൂപ്പ് കണ്ടിട്ടുള്ളത് ഈ ഗോൾഡൻ ഫ്ലവേഴ്സിൻ്റെ. വളരെ വലിയ ഗ്രൂപ്പ്, എക്സ്ക്ലൂസീവ്ലി ഗോൾഡൻ ഫ്ലവേഴ്സ് ആയിട്ടുള്ളത്. ഇനി ലെസ്സർ സൺഫ്ലവർ, ഗ്രേറ്റർ സൺഫ്ലവർ, ഇത് രണ്ടാണ് കുറച്ചൊരു ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവുന്നത്. ഇതും ഹെഡ് ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ലെസർ സൺഫ്ലവറിന് മോസ്റ്റ്ലി നല്ല റൗണ്ടഡ് ഹെഡ് ആയിരിക്കും. അത്ര വലുതല്ല, മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറിയ ബീക്കാണ്. അതേസമയത്ത് ഇതിന് ഈ പിക്ചറിൽ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് ഗ്രേറ്റർ സൺഫ്ലവറിന് വളരെ കുറച്ചുകൂടി ആംഗുലർ ആയിട്ടുള്ള ഹെഡാണ് അധികം ഇൻഡിവിജ്വൽസ് ഉണ്ടാവുക. കുറെ കൂടി വീക്കായിട്ടുള്ള ബീക്ക്. ഈവൻ ചില റേസസിന് ഈ ഗോണിസ് പറയില്ല, ഈ പിന്നെ എന്താ പറയുക, ഈ ബേസിൽ ബീക്കിന്റെ ബേസിൽ നല്ല തിക്കായിട്ടുള്ള ഒരു ഇതുമാതിരിയുള്ള വളരെ തിക്ക് ഒരു ബൾജ് ചെയ്ത മാതിരി ചിലതിനുണ്ടാവും. കുറച്ചുകൂടി ലോങ്ങർ ലെഗ്സ് ആണ് ഇതിനുള്ളത്. അതും ഇതുമാതിരി തന്നെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഗ്രേറ്റർ സൺഫ്ലവറിന് ലെഗ്സ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഈ കോളർ ഉണ്ടല്ലോ, ഒരു റിങ് മാതിരിയുള്ളത്, ഇത് ജോയിൻറ്റഡ് നടുവിൽ ഓപ്പൺ ആയിട്ടാണ് മോസ്റ്റ്ലി ഉണ്ടാവുക നമ്മൾ വിൻ്റർ പ്ലൂമേജ് കാണുന്ന സമയത്ത്. ഇത് കെൻഡിഷ് ഫ്ലവർ ആണ്. ഇതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതുമായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് കോളർ ഉണ്ടാവും, വൈൻ കോളർ ഉണ്ടാവും. ബാക്കി ഈ സൈഡിലത്തെ കുറെ കൂടി ഡാർക്കായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ സൈഡിലത്തെ ഹാഫ് കോളർ മാതിരിയുള്ളത് ഒരു ലാറ്ററൽ ഒരു ഡാർക്ക് പാച്ചായിട്ട് തന്നെ കാണാമത്. ഇത് നമുക്ക് പിന്നെ സൗത്ത് ഇന്ത്യയിൽ ബ്രീഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ദിനേഷ് ഉണ്ട് തോന്നുന്നു, ദിനേഷ് കുമാർ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ മലബാർ ഒരു ബ്രീഡിങ് വേണ്ടിയിട്ട് അവിടെ ദാവൻകരെ. അപ്പോൾ അതുമാതിരി ഇവിടെ തമിഴ്നാട് കോസ്റ്റിലൊക്കെ ബ്രീഡ് ചെയ്യുന്നത്. കേരളത്തിൽ ഇതൊരു ബ്രീഡിങ് ഇതിൻ്റെ കണ്ടിട്ടില്ല. ഇതിനാണ് നമ്മൾ ഹനുമാൻ ഫ്ലവർ റീസെന്റ് റേസിന് സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലുള്ള റേസിന് ഹനുമാൻ ഫ്ലവർ എന്നൊരു പേര് കൂടി ഇപ്പോൾ പറയുന്നുണ്ട് പുതുതായിട്ട്. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആണ് കണ്ട്. ഇത് പിന്നെ ലെസർ സൺഫ്ലവേഴ്സ് ആണ് പൊതുവേ ഞാൻ വലിയ ഗ്രൂപ്പുകളായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് അധികവും വളരെ ചെറിയ നമ്പേഴ്സ്, ഒരു 1, 2 ചിലപ്പോൾ സിംഗിളേ ഉണ്ടാവുള്ളൂ. കുറെ കൂടി സീഷോറിലൊക്കെ അധികം കണ്ടിട്ടുണ്ട് ഇതിന്, ഗ്രേറ്റർ സൺഫ്ലവറിന്. പക്ഷെ വളരെ റയറൊന്നുമല്ല, അധിക സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ ഫീച്ചേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഒറ്റക്ക് തനിയെ കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, കോമൺ റിംഗ് ഫ്ലവർ
നമുക്കിവിടെ മൈഗ്രേറ്ററി ബേർഡാണ്. മറ്റേത് റെസിഡൻ്റ് ആണ്. ഒരു റേസ് നമുക്കിവിടെ സീബോം എന്ന് പറയുന്ന റേസ് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെ. നമ്മൾ റിവർ ബെഡ്സിലും ചിലവരൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. രണ്ട് തമ്മിൽ ഡിഫറൻസ്, ഒന്ന് ഈ ഐറിംഗ് ആണ്. നല്ല വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ്, അത് ബ്രീഡിങ് പ്ലൂമേജിൽ കുറെ കൂടി ബ്രൈറ്റ് ആവും. ലെഗ് കളറും കുറച്ചുകൂടി ഓറഞ്ചിഷ് ആയി തോന്നും. ഇതിന് കുറച്ച് യെല്ലോയിഷ് ആണ്. സൈസ് വലിയ വ്യത്യാസം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടാൽ വലിയ ഡിഫറൻസ് ഇല്ല. ഫ്ലൈറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിന് നല്ലൊരു വൈറ്റ് ആയിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള ഒരു വിങ് ബാർ ഉണ്ട് കോമൺ റിംഗ് പ്ലോവറിന്. മറ്റേതിന് വളരെ നേരിയൊരു വിങ് ബാറേ ഉള്ളൂ. വളരെ അത്ര വലിയ കോൺസ്പിക്കസ് അല്ലാത്തൊരു വിങ് ബാറേ ഉള്ളൂ. മറ്റേതിന് വളരെ പ്രോമനൻ്റ് ആയിരിക്കും. ഇതുണ്ട്, മാടായി പറയാൻ തന്നെ ഒരുപാട് തവണ ഇത് പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, വലിയ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. വിംബ്രലിൻ്റെ തലയിൽ ഉള്ള ഈ സ്ട്രൈപ്സ് ഉണ്ടല്ലോ, കൊറോണൽ സ്ട്രൈപ്പും നല്ല ഐബ്രോ ഉണ്ട്. പിന്നെ കുറെ കൂടി ചെറിയ ബീക്ക്. മറ്റേതിന് വളരെ വലിയ ബീക്കാണ്. സൈസും വളരെ വ്യത്യാസമുണ്ട്. സ്ട്രൈപ്സും വളരെ ഡീകർവ്ഡ് ആയിട്ടുള്ള വലിയ ബില്ല്. നല്ല വളരെ വലിപ്പമുണ്ടാവും. ഒരു 1 kg ഒക്കെ വെയിറ്റ് ഉണ്ടാവും വലിയ ഇൻഡിവിജ്വലിന്. തെറ്റിപ്പോയാൻ വലിയ ചാൻസ് ഇല്ല ഇതിന്. പക്ഷേ ഡീകർവ്ഡ് ബില്ലായതുകൊണ്ട് ഒരു ചിലപ്പോൾ തിരിച്ചു പോകും. അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഗോഡ്വിറ്റ്സ്. ഇതും പിന്നെ ബാർട്ടിയൽ ഗോഡ്വിറ്റും ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റും. ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റ് വലിയ ഗ്രൂപ്പായിട്ട് ചിലപ്പം ഈ കുട്ടനാടും വെമ്പനാടൊക്കെ വളരെ വലിയ നൂറുകണക്കിലുള്ള ഗ്രൂപ്പ്സ് കാണാറുണ്ടല്ലോ. ഇതിൻ്റെ ബാക്ക് കുറെ കൂടി യൂണിഫോം കളർ, ഗ്രേ കളർ തന്നെയാണ്. ബീക്കും കുറച്ചുകൂടി വലിയ ബീക്ക്, കുറച്ചുകൂടി വലിയ ബേർഡുമാണ്. ബാർട്ടിയൽ ഗോഡ്വിറ്റ് അധികം സീഷോറിലും മഡ് ഫ്ലാറ്റ്സിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതും ഫ്ലൈറ്റിൽ വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. തീരെ വിഷമമില്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റിൻ്റെ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള വിങ് ബാർ ഉണ്ടാവും, വൈറ്റ് ട്രംപ് ഉണ്ടാവും, ടെർമിനൽ ബാൻഡ്. അതുമാതിരി തന്നെ അത് വളരെ നന്നായിട്ട് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലെഗ്സ് ഉണ്ടാവും. മറ്റേതിന് അതൊന്നുമില്ല. ഇത് ബാർഡാണ്. ടെയില് എൻ്റെ പേരുമാതിരി തന്നെ വളരെ ഫുള്ളി ബാർഡായിട്ടുള്ള ടെയിലാണ്. വലിയ വിങ് ബാറില്ല. ഇത് ഫ്ലൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തെറ്റില്ല. പിന്നെ ഇത് ആലോചിച്ചാൽ തന്നെ മതി. നമുക്ക് വലിയൊരു ഗ്രൂപ്പായിട്ട്, വളരെ വലിയ ഗ്രൂപ്പായിട്ടൊന്നും ബാർട്ടിയൽ ഗോഡ്വിറ്റ് കണ്ടിട്ടില്ല. പക്ഷെ വളരെ നേരത്തെ തന്നെ, ഈവൻ ഓഗസ്റ്റ് എൻഡ്, ഈവൻ സെപ്റ്റംബർ തന്നെ ഇത് നമ്മുടെ വെറ്റ്ലാൻഡ്സിലൊക്കെ വരാറുണ്ട്, മഡ് ഫ്ലാറ്റ്സിലൊക്കെ. ഓക്കെ, ഇത് രണ്ടും ഒരു ഹാബിറ്റാറ്റ് ആണോ സാർ? ഹാബിറ്റാറ്റ് ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റ് ചിലപ്പോൾ മഡ് ഫ്ലാറ്റ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ്ലി കുറച്ചുകൂടി വെള്ളമുള്ള വലിയ വെറ്റ്ലാൻഡ്സിൽ, ഇൻലാൻഡ് വെറ്റ്ലാൻഡ്സിലൊക്കെയാണ് ബ്ലാക്ക് ടെയിൽ അധികം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം കണ്ണൂരാണെങ്കിൽ നമ്മളിപ്പം സീഷോറിലോ അല്ലെങ്കിൽ പിന്നെ എസ്റ്റുറി, മടക്കര എന്ന് പറയുന്ന എസ്റ്റുറി ഉണ്ട്, അവിടെയൊക്കെ ബാർട്ടിയൽ ഗോഡ്വിറ്റിനെ കാണാം. പക്ഷെ അതേ സമയത്ത് കുറെ കൂടി കാട്ടാമ്പള്ളി വെറ്റ്ലാൻഡിനെയാണ് കുറെ കൂടി കാണുന്നത്. ബ്ലാക്ക് ടെയിൽ ആണോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു ഹാബിറ്റാറ്റ് വ്യത്യാസമുണ്ട്. അതെ, അവിടേക്കാണ് വലിയ. അതെ, ഇത് ത്രെറ്റൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ പ്രവീൺ? ഇത് ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റ് രണ്ടും നിയർ ത്രെറ്റൻഡ് ആണ്. നിയർ ത്രെറ്റൻഡ് രണ്ടും. അടുത്തത് റെഡ് നോട്ട്. നമുക്ക് കാര്യമായിട്ട് റിപ്പോർട്ട് ഇല്ല, ഒരു റെക്കോർഡ് പറ്റി ഉള്ളൂ എന്ന് തോന്നുന്നു കേരളത്തിൽ. അതും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുറെ കൂടി ചെറുതാണിത്. ഐബ്രോ ഉണ്ട് റെഡ് നോട്ടിന്. മറ്റേതിന് കുറച്ചുകൂടി പിന്നെ കുറെ കൂടി പേലറുമാണ്, സ്റ്റീക്സ് ഉണ്ടാവും ക്ലിയർ ആയിട്ട്. ഇനി ചെസ്റ്റ് കുറച്ചുകൂടി ഒരു ചെസ്റ്റ് ഇങ്ങനെ ചെസ്റ്റ് അപ്പായിട്ടുള്ള മാതിരി ഒരു പൊസിഷനാണ് അതിനെ അധികം ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ പിപ്പറ്റ്സിൻ്റെ ഒക്കെ കേസിൽ പറയില്ലേ, കുറച്ച് ഒരു ഇതുള്ളത്
ചെസ്റ്റ് ബൾജ് ചെയ്ത് നിൽക്കുന്ന മാതിരി അതുമാതിരി ഒരു ഷേപ്പിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. ഇതും റെഡ് നോട്ടിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഗ്രേറ്റ് നോട്ടിന് നല്ല നമ്പേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത് ഗൾഫ് ഓഫ് മന്നാർ ഏരിയയിലാണ്. ഇവിടെ നമ്മുടെ മടക്കരേശ്വരിയിൽ 1-2 തവണ കുറെ മുമ്പ് കണ്ട് 80s കണ്ടതേ ഉള്ളൂ. ഇപ്പോഴെങ്ങനെയുണ്ട് ഇത്? ജനറലി സൈറ്റിങ്സ് ഉണ്ടോ? ഞാൻ റീസെന്റ് റെക്കോർഡ്സ് ഒന്നും നോക്കിയിട്ടില്ല. ഗ്രേറ്റ് നോട്ട് എല്ലാ വർഷവും എല്ലാ വർഷവും ഉണ്ടല്ലേ? റെഡ് നോട്ട് ഉണ്ടല്ലേ? ഇതുവരെ കണ്ടിട്ടില്ല. ഇതും കേളിയൂസ് ആൻഡ് പെബ്രൈൻ ഡൺലിൻ. ഇതും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ഒരു സ്പീഡ്സ് ആണ്, എസ്പെഷ്യലി ഈ പേർച്ച് പൊസിഷനിൽ. ഇത് പക്ഷേ ഈവൻ പേഴ്സ് പൊസിഷനിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബീക്ക് കേളിസർ പേപ്പറിന്റെ കുറച്ചുകൂടി ഡീക്കേർഡ് ബീക്കാണ്. അതുമാതിരി ഈ ഇതിന്റെ പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടെയിൽ ഉണ്ടാവും. അല്ല കുറച്ചുകൂടി ലോങ്ങർ ലെഗ്സ് ആണ്. ഈ മറ്റേതിന് ഡൺലിന് പൊതുവെ കുറച്ചുകൂടി ഒരു ഹഞ്ചറപ്പ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് അധികം കണ്ടിട്ടുള്ളത്. പക്ഷേ പോസ്റ്റേഴ്സ് മാറാം. ചിലപ്പം ചില സമയത്ത് അവർ തന്നെ കുറച്ച് അപ്രൈറ്റ് പോസ്റ്ററിലായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും. നമ്മളെ ആ ഒരു ഇംപ്രഷനെ മാറും. അതുകൊണ്ട് പോസ്റ്റർ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതൊരു അഡീഷണൽ ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളെ ഗോഡേറ്റിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ മാതിരി എയർലി ഡിഫറെൻ്റ് ആ രണ്ടും കണ്ടില്ല. ഇതിപ്പോൾ ഇത് കെലിസൺ പേപ്പർ നല്ല പ്യുവർ വൈറ്റ് റംപ് ഉണ്ട്, വളരെ പ്രോമിനൻ്റ് ആയിട്ട്. അതേസമയത്ത് ഇതിന് സ്റ്റിൻ ടെയിൽ പാറ്റേൺ എന്ന് പൊതുവെ പറയുന്ന ഇതുമാതിരി 2 സൈഡിലും വൈറ്റും നടുവിൽ ഈ പിന്നെ ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള ഇതാണ് ഡൺലിൻ ഉണ്ടാവുക. അപ്പം ഫീഡിങ്ങിലും ചെറിയ വ്യത്യാസം മാതിരി ഇത് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ. പക്ഷേ അത് ചിലപ്പോൾ ഡൺലിൻ ചിലപ്പോൾ ബീള്ളി നല്ല സ്ട്രെസ്സിൽ സബ്മേർജ് ചെയ്തിട്ട് തല പുറത്തെടുക്കാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി ഒരു മോഷനിൽ ഫീഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഈവൻ കേളിയൂസ് ആൻഡ് പേപ്പറും അതേമാതിരി ഫീഡ് ചെയ്യുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്കൊരു അഡീഷണൽ ഇതായിട്ടേ പറ്റുള്ളൂ. പക്ഷെ പറന്നു കഴിഞ്ഞാൽ ഇതൊന്നും തമ്മിൽ കൺഫ്യൂഷനേ ഇല്ല. അതുകൊണ്ട് പറക്കുന്നത് വരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പറക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കല്ലർ പറത്താൻ പാടില്ല, വെയിറ്റ് ചെയ്തിട്ട് പറക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വളരെ നന്നായിട്ട് 100% ഷുവറായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുമാതിരി സ്റ്റിൻസും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്പീഷീസ് ആണ്. ചെറിയ ബേർഡ്സ് ആണ്. നമ്മളിപ്പോൾ ലിറ്റിൽ സ്റ്റിൻറ്റാണ് നമുക്ക് ഏറ്റവും ചെറിയ ഇത് ഷോർട്ട് ബേർഡ് നമുക്ക് വരുന്നത്. ടെമെക്സ്റ്റന്റ് ആക്ച്വലി വലിയ ബുദ്ധിമുട്ടില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫുൾ ബ്രൗൺ ആണ് ഇതിന്. പിന്നെ വിന്ററിലും സമ്മറിലും ബ്രസ്റ്റ് നല്ല ബ്രൗൺ കളർ തന്നെ ഉണ്ടാവും, വളരെ നന്നായിട്ട്. അത് വളരെ പ്രോമിനൻ്റ് ആണ്. പിന്നെ ലെഗ് കളറ് പിന്നെ ലോങ് ടോഡിനും ടെമക്കിനും ഒരു ഗ്രീനിഷ് യെല്ലോ അതുമാതിരിയുള്ളൊരു പെയിൽ കളറാണുള്ളത്. അതേസമയത്ത് ലിറ്റിൽസിന് നല്ല ബ്ലാക്ക് കളറായിരിക്കും. പിന്നെ ടെമസ്റ്റിനും പറക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ഓൾമോസ്റ്റ് വൈറ്റ് ആയിട്ടുള്ള ഔട്ടർ ടൈൽ ഫെതേഴ്സ് ഉണ്ട്. ബാക്കി 2 സ്പീഷീസിനും ഗ്രേഷ് ആയിരിക്കും, ഗ്രേഷ് ആയിട്ടാണ് ഉണ്ടാവുക. ബാക്കി പാറ്റേണൊന്നും വലിയ ഡിഫറൻസ് ഇല്ല പറക്കുന്ന സമയത്ത്. അപ്പം അതുമാതിരി തന്നെ റെഡ് നെക്ക് സ്റ്റിൻറ്റ് ഉണ്ട്. അതും ലിറ്റിൽ സ്റ്റിൻറ്റും വളരെ ഡിഫിക്കൽട്ടാണ് ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. ഇത് 3 സ്പീഷീസേ കണ്ടിട്ടുള്ളൂ. ഈവൻ ടെമെക്സ്റ്റന്റ് തന്നെ കുറേ മുമ്പ് കേരളത്തിൽ അധികം റെക്കോർഡ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ 80s മുതൽ ഏർലി 80s മുതലാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ലോങ് ടോഡ് സ്റ്റിൻറ്റും റെഗുലറായിട്ട് വരുന്നുണ്ട്. ഏഴം വെറ്റ്ലാൻഡ്സിലൊക്കെ സ്ഥിരമായിട്ട് ഡോക്ടർ ജെൻ തോമസ് ഒക്കെ സ്ഥിരമായിട്ട് അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാണാറുണ്ട്. സ്റ്റിൻസ് അത് ഇതും വളരെ വലിയ ഗ്രൂപ്പായിട്ട് കാണാം. ഞാനിവിടെ അടിയാർ എസ്റ്റേറിയിലൊക്കെ വളരെ വലിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റിൻസ്. അതിപ്പം മിക്സ്ഡ് സ്പീഷീസ് ആയിരിക്കണം, വളരെ വലിയ ഗ്രൂപ്പായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഒന്നും അത്ര വലിയ ഗ്രൂപ്പ് ഇവിടെ ഇപ്പം വേമ്പനാടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജനറലി നല്ല മഡ് ഫ്ലാറ്റ്സിലാണ് ഇത് അധികം കാണുന്നത് പൊതുവെ സ്റ്റിൻസ്. നമ്മൾ നേരത്തെ പറയണ്ട. ഇതും നമുക്കിപ്പം ലോങ് ബിൽ ഡേച്ചർ ഒരു റെക്കോർഡാൻ പറ്റിയേ ഉള്ളൂ തോന്നുന്നു കേരളത്തിലെ പ്രവീൺ. ഒന്നേ ഉള്ളൂ. അതെ, ഇത് കുറച്ചുകൂടി റെക്കോർഡ്സ് ഉണ്ട്. ലാർജറാണ് ഏഷ്യൻ ഡോച്ച്.
ഇത് നമ്മുടെ ബാർട്ടിയൽ കോർഡിറ്റുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഡിഫറെൻ്റ് ആണ്, രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പറക്കുന്ന സമയത്ത് ഈ ഡാർക്ക് ലീഡിങ് എഡ്ജ് ഉണ്ട്, പിന്നെ ബാക്കിലുള്ള ഈ ഡാർക്ക് കളറും അതൊക്കെ ഡിഫറെൻ്റ് ആണ് രണ്ടും. സ്നൈപ്സ് ആണ് വലിയ പ്രശ്നം. ഇപ്പോഴും നമുക്ക് ഒരു സ്നൈപ്പിനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഉള്ളതുകൊണ്ട് നമുക്ക് കുറെ കൂടി പിന്നെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ സ്നൈപ്പ് എന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കാനായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. വളരെ വിഷമമായിരുന്നു ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പം പിൻടെയിൽ ഇത് തമ്മിൽ, കോമൺ സ്നൈപ്പും പിൻടെയിൽ സ്നൈപ്പും തമ്മിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈവൻ ടെയിൽ പാറ്റേൺ നമ്മളിപ്പോൾ ഫീൽഡ് കാണുന്നത് വളരെ പ്രയാസമാണ്. ഇതൊക്കെ കയ്യിൽ നിന്നുള്ള ഇൻ ഹാൻഡിലുള്ള ഫോട്ടോ പിക്ചേഴ്സാണ്. ഇത് എത്രത്തോളം നമുക്ക് ഫോട്ടോഗ്രാഫിൽ ഇത് കിട്ടും നമുക്കറിയാം. എടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. ഈ ഐബ്രോ ആണ് ഒരു കാര്യമായിട്ടുള്ളത് പറയും. ഇത് കുറെ കൂടി പിൻടെയിലിന് കുറെ കൂടി ബ്രോഡർ ആയിട്ടുള്ള ഐബ്രോ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഷോർട്ടർ ബീക്കാണ്, ഇതിന് കുറച്ചുകൂടി ലോങ്ങർ ബീക്ക് ആയിരിക്കും. കുറെ കൂടി ഡാർക്കാണ് പിൻടെയിൽ സ്നൈപ്പ് ഉണ്ടാവുക. പിന്നെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നല്ല വൈറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ട്രെയിലിംഗ് എഡ്ജ് ഉണ്ട് കോമൺ സ്നൈപ്പിന്. ഇതിന് പിൻടെയിൽ സ്നൈപ്പിന് അതുണ്ടാവില്ല. ഇതിന് ഇത്രയും വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ ശരിക്കും നന്നായിട്ടുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. സ്നൈപ്സ് എപ്പോഴും പ്രശ്നം. ഒന്നാമത് ഇത് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഫീഡ് ചെയ്യുന്നത് കാണൽ വളരെ അപൂർവം. അധികവും നമ്മളിപ്പം കുറച്ച് ഗ്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാസിനിടയിൽ നമ്മളെ കാലിൻ്റെ തൊട്ട് സ്നൈപ്സ് ഇവിടെയൊക്കെ നമ്മളെ എന്തായാലും പറയാ വളരെ പെട്ടെന്ന് പറന്ന് ദൂരെ പറക്കുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും കാണാം. ആ കോളോട് നമ്മൾ കാണും. ഈ കോള് പഴയ ഫീൽഡ് ഗൈഡ്സിലൊക്കെ ഇതിന്റെ കോള് ഡിഫറെൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം നമുക്ക് ഫീൽഡിൽ ഉപകാരപ്പെടുന്ന അറിയില്ല, അത് ഇപ്പോഴത്തെ സമയത്ത് അത് റിലവൻ്റ് ആണോ എന്ന്. പിന്നെ അവർ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യും, ചിലത് ടവറിങ് ഫ്ലൈറ്റ്, ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്നൊക്കെ പഴയ ബുക്കിലൊക്കെ പറയുന്നുണ്ട്. സ്നൈപ്പ് ഷൂട്ടിംഗ് ഒക്കെ ഒരു കാലത്ത് യൂറോപ്യൻസിന് ഒരു ഹൈറായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ കുറേ ഇതിൻ്റെ ബിഹേവിയർ പഠിച്ചിട്ടുണ്ടാവണോ അന്ന്. പക്ഷെ അത് ഇപ്പോഴും അത് എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പിൻടെയിൽ സ്നൈപ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഫീൽഡിൽ സാധിക്കും. പക്ഷെ അതേ സമയത്ത് പിൻടെയിലും സിൻഹോ സ്നൈപ്പും തമ്മിലാണ് വലിയ പ്രശ്നം. അപ്പോൾ ഇത് ഈ ടെയിലിലെ വ്യത്യാസം മാത്രമാണ് ഇവർ പറയുന്നത്. അത് ഫീൽഡിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യില്ല. ഇതിപ്പം പിൻടെയിൽ സ്നൈപ്പിന് എല്ലാ ടെയിൽ ഫെദേഴ്സും 8 ഔട്ടർ ടെയിൽ ഫെദേഴ്സ്, 7-8 ഔട്ടർ ടെയിൽ ഫെദേഴ്സ് പിന്ന് മാതിരി, അതുകൊണ്ടാണ് ആ പേര് വന്നത്. അതേസമയത്ത് സിൻഹോസിന് ഔട്ടർമോസ്റ്റ് 2 മാതിരി വൈഡായിട്ടുള്ള ഫെദേഴ്സ് ആണ്. ഇത് പിൻടെയിലിൻ്റെത്, ഇത് സിൻഹോസിൻ്റെ. പക്ഷേ സിൻഹോസിൻ്റെത് എത്രത്തോളം നമുക്ക് റെക്കോർഡ്സ് ഉണ്ട് എന്നറിയില്ല. പഴയ ലിസ്റ്റിലൊക്കെ ഉണ്ട്, സലിമലിൻ്റെ ബുക്കിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതൊക്കെ പക്ഷേ അന്ന് സ്പെസിമെൻ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഫീൽഡിൽ ഇപ്പം എന്താണ് ചെയ്യാന്ന് ഇപ്പോഴും അറിയില്ല. എന്താ പറയുന്നത് പ്രവീൺ, റെക്കോർഡ്സ് ഉണ്ടോ? ഇല്ല, ഫോട്ടോ ഇതുവരെ കിട്ടണം. ഇങ്ങനെ തന്നെ ഫോട്ടോസ് ഒക്കെ പിൻടെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പ്രീൻ ചെയ്യുമ്പോൾ രാവിലെ അത് പ്രീൻ ചെയ്യും. പ്രീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ അടിക്കുമ്പോൾ 2-3 ഫോട്ടോ ഇങ്ങനെ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടിയതെല്ലാം പിൻടെയിലാണ്. സിൻഹോസ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മൈഗ്രേഷൻ സമയത്ത് നോക്കണം. സെപ്റ്റംബർ ഒക്ടോബറും അഗൈൻ മാർച്ച് ഏപ്രിൽ സമയത്ത്, ആ സമയത്ത് നമുക്ക് സംശയമുള്ള സ്നൈപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
ജാക്ക് സ്നൈപ്പ് പിന്നെയും റെക്കോർഡ്സ് പറയുന്നുണ്ട്. മുമ്പ് മടയെ കണ്ടിട്ടുണ്ടെന്ന് ജാഫർ പറയാറുണ്ടായിരുന്നു. അവിടെ ചെറിയ സ്നൈപ്പ് സൈസ് വളരെ സൈസ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്, വളരെ സ്മോൾ ആണ് പറയുന്നുണ്ട്. അതും ഇപ്പോഴും എന്തുണ്ടെന്ന് അറിയില്ല ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഓക്കെ, ഇപ്പൊ ഈ 2 വർഷം ഓ പറയ ഗുഡ്. വേറെ സ്നൈപ്സോ വേറെ ഇപ്പൊ നമ്മൾ ഈ ഗ്രേറ്റ് സ്നൈപ്പും നമ്മളെ ഇതില് പഴയ റെക്കോർഡുണ്ട്. അതും എനിക്കൊന്ന് പഴയ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് മാതിരിയേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. തമിഴ്നാടും കർണാടകത്തിനാണ് റെക്കോർഡ്സ് ഉള്ളത്. അതൊക്കെ പഴയ തന്നെ, പഴയ റെക്കോർഡ്സേ ഉള്ളൂ. അത് ഇത് വലിയ കൺഫ്യൂഷൻ ഇല്ല. ഗ്രീൻ സാൻഡ് പേപ്പർ എന്നാലും ചിലപ്പോൾ നമുക്ക് തെറ്റി പോകാൻ സാധ്യതയുള്ളതാണ്. ഗ്രീൻ സാൻഡ് പേപ്പർ ആൻഡ് വുഡ് സാൻഡ് പേപ്പർ. ഇത് നല്ല ഡാർക്ക് ആയിരിക്കും ഗ്രീൻ സാൻഡ് പേപ്പർ. സ്പോട്ട്സ് ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ അത്ര പ്രോമിനൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ ഹാബിറ്ററ്റും ഡിഫറെൻ്റ് ആണ്. ഇത് കുറെ കൂടി നമ്മളിപ്പം വലിയ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഒന്നിച്ചോ ഒന്നും ഗ്രീൻ സാൻഡ് പേപ്പർ കണ്ടിട്ടില്ല ഇവൺ. പക്ഷേ അതേ സമയത്ത് ഇൻറ്റീരിയർ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഉള്ള ചെറിയ പോണ്ടിലൊക്കെ ഇതിന് ചിലപ്പോൾ കാണാം. അത് വുഡ് സാൻഡ് പേപ്പറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേ സമയത്ത് ഗ്രീൻ സാൻഡ് പേപ്പറിനെ കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ വയനാട് വലിയ സെങ്ചറിലൊക്കെ ഉള്ളിൽ കൊളസ്റ്റി മാതിരിയുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തുള്ള പോണ്ടിലൊക്കെ ചിലപ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട്. പറക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നല്ല കോൺട്രാസ്റ്റ് ഉണ്ടാവും. റംപും അപ്പർ ടൈലും റംപും അതുമാതിരി ബോഡി നല്ല ഡാർക്ക് ആയിരിക്കും, അപ്പർ പാർട്ട് നല്ല ഡാർക്ക് ആയിരിക്കും. മറ്റേതിന് എന്തായാലും ഈ ബാരിങ്സ് ഒക്കെ കാണും, കുറെ കൂടി പെയിലാണ്. മറ്റേത് വലിയ ബുദ്ധിമുട്ടില്ല. കോളും നല്ല വ്യത്യാസമുണ്ട്. ഇതാ ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഒരു ടിറ്റ്യൂ എന്നുള്ളൊരു നോട്ട് ചെയ്ത്, മറ്റേത് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേക്കാം വുഡ് സാൻഡ് പേപ്പർ. കോളിലൊക്കെ ധാരാളം ഉണ്ടാകും. വുഡ് സാൻഡ് പേപ്പർ വളരെ കോമൺ ആണ്, എല്ലാ സ്ഥലത്തും വളരെ സാധാരണയായിട്ട് കാണാം. ഇതുമാതിരി തന്നെ പെർച്ച് ചെയ്തിട്ടുള്ള സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന 2 സ്പീഡ്സാണ്. ഇത് സ്പോട്ടഡ് റെഡ് ഷാങ്കും കോമൺ റെഡ് ഷാങ്കും. പക്ഷേ ഇതും കുറച്ചുകൂടി പിന്നെ ഈ ടിപ്പ് കുറച്ച് ബെൻഡായിട്ടുള്ള കുറച്ച് സ്ലൈറ്റ്ലി ബൾബസ് ആയിട്ടുള്ള ഒരു ബീക്കായിരിക്കും സ്പോട്ടഡ് റെഡ് ഷാങ്കിൻ്റെത്. ബാക്കും വ്യത്യാസമുണ്ട്, കുറച്ച് ഈ സ്പോട്ട്സും ഇതുമാതിരി മാർക്കിങ്സ് അധികം ഉണ്ട്. മറ്റേത് കുറെ കൂടി യൂണിഫോം ആയിരിക്കും. പിന്നെ ഈ അണ്ടർ ലോവർ മാൻഡിബിള് ആണ് ഇതിൽ കുറെ കൂടി ആ റെഡിഷ് കളർ ഉണ്ടാവും. ഇതിന് ബേസിൽ മാത്രമേ കോമൺ റെഡ് ഷാങ്കിന് ബേസിൽ മാത്രമേ റെഡ് കളർ ഉണ്ടാവും. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ലെഗ് കളറിലും സിമിലർ ആണ്. പക്ഷേ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പർച്ചേസ് സമയത്ത് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷെ ഇതും നമ്മൾ പറക്കുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷനേ ഇല്ല, വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ട്രെയിലിംഗ് എഡ്ജ് കോമൺ റെഡ് ഷാങ്കിൻ്റെ ഈ വൈറ്റ് ട്രെയിലിംഗ് എഡ്ജ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മറ്റേതിന് അതില്ല. അത് മാത്രം മതി നമുക്ക്, വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് ഈ ഡിഫറൻസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. അതുമാതിരി തന്നെ ഈ ബാക്ക് കുറെ കൂടി മേലോട്ടേക്ക് അപ്പർ ബാക്കിലേക്ക് വരെ ഈ വൈറ്റ് വെഡ്ജ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്ര ഉണ്ടാവില്ല. പക്ഷെ ഈ ട്രെയിലിംഗ് എഡ്ജാണ് ഇതിൻ്റെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം. അതുമാതിരി തന്നെ കോമൺ ഗ്രീൻ ഷാങ്കും മാർഷ് സാൻഡ് പേപ്പറും. ഗ്രീൻ ഷാങ്ക് വളരെ വലുതാണ്, മറ്റേത് വളരെ കുറെ കൂടി ചെറുതാണ്. സൈസ് ചെറുതാണെന്ന് മാത്രമല്ല വളരെ തിന്നായിരിക്കും. അതിൻ്റെ ബീക്കും ലെഗ്സെല്ലാം വളരെ തിന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്ലൈറ്റുള്ള സമയത്ത് ഇതിൻ്റെ ലെഗ് പ്രൊജക്ഷനും വ്യത്യാസമുണ്ട്. ഇത് കുറെ കൂടി നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫീറ്റും ടോസും എല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗ്രീൻ ഷാങ്കിൻ്റെ ടോസ് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. കുറെ കൂടി വലുതാണ്, ലോങ്ങറാണ്, വലിയ ബേർഡാണിത്. നമ്മളിപ്പം എല്ലാ സ്ഥലങ്ങളിലും കാണാനുള്ളതാണ്. ഇതും ഈ ഇൻലാൻഡ് വാട്ടർ ബോർഡ്സിലൊക്കെ സാധാരണ കാണാം. പ്രാറ്റിംഗ് കോളി, ഇതും വളരെ കൺഫ്യൂഷനുള്ള ഒരു ഇതാണ്. ഇവരെ ഐഡിയൽ പ്ലൂമേജിൽ പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ടെയിൽ, ഇതിന് ഒരു കോളർ പ്രാറ്റിംഗ് കോൾ ഉണ്ടാവും, മറ്റേതിന് കുറെ കൂടി ഷാലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഔട്ടർ സ്ട്രീമേഴ്സ് മോൾട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതുമാതിരിയായി ടെയിൽ കാണും. അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഈ ട്രെയിലിംഗ് എഡ്ജ് ഉണ്ട്, ഇതിനൊരു വൈറ്റ് ട്രെയിലിംഗ് എഡ്ജ് ഉണ്ട്, തിന്നായിട്ടുള്ള ഒരു വൈറ്റ് ട്രെയിലിംഗ് എഡ്ജ് ഉണ്ട്. ചിലതിൽ കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിന് ഓറിയന്റൽ പ്രാറ്റിംഗ് കോളിന് അതുണ്ടാവില്ല. ഓറിയന്റൽ പ്രാറ്റിംഗ് കോളാണ് നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും ബ്രീഡ് ചെയ്യുന്നുണ്ട്. കോളിൽ റെക്കോർഡ് നമുക്കിവിടെ കാട്ടാമ്പള്ളി പണ്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഒരു നമ്മൾ വളരെ പിന്നെ അതുമാതിരി തന്നെ ഇത്
ഇത് ഷോർട്ട് ടെയിൽ ആയതുകൊണ്ട് വിങ്സ് പ്രൈമറീസ് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കും, മറ്റേത് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, അതിൽ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മോൾട്ടിങ്ങിലുള്ള ബേർഡ്സ് ആകുമ്പോഴുള്ള ആണ് പ്രശ്നം വരും. ഇപ്പോൾ ചില കേസൊക്കെ നമ്മൾ ഈ ബേർഡിൽ റിവ്യൂ ചെയ്തിട്ട് ഇനിയും തീരുമാനമാവാത്ത കേസൊക്കെ ഉണ്ടായിരുന്നു വളരെ കാലം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ സാധാരണ പ്രൈമറി പ്രൊജക്ഷനും ടെയിൽ എൻഡും കോളേഡ് പ്രാക്ടിങ് കോളിന് സാധാരണ നിലയ്ക്ക് മെച്ച ബേർഡിന് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഞാനും പ്രവീണും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നീടാണ് മനസ്സിലായത് ഇതിന്റെ മോൾട്ടിങ്ങിന്റെ ആ തരത്തിലുള്ള ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പറിൽ ബുദ്ധിമുട്ട് മനസ്സിലായി. അതെ, ഈ നമ്മളെ സ്നൈപ്പിന്റെ പേപ്പറിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, പിൻടെയിൽ ഇതിന്റെ സിൻഹോ സ്നൈപ്പും പിൻടെയിൽ സ്നൈപ്പും തമ്മിൽ അതില് പിന്നെ ഓതേഴ്സ് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട് ഹോങ്കോങ് അതവര് സ്പെസിമെൻ തന്നെ ക്യാപ്ചേർഡ് സ്പെസിമെൻ വെച്ചിട്ട് ആണ് അവർ കുറെ ചെയ്തത്. അതിൽ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാകാൻ മനസ്സിലാവും. അതിലവർ പറയുന്നുണ്ട് അവർ ഹോങ്കോങ്ങിൽ അവർ പിടിച്ച കുറേ എണ്ണം ടെയിൽ മോൾട്ടിലായിരുന്നു. അപ്പോൾ അതൊന്നും വൃത്തിയില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ടെയിലേ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. എത്രയേ ഉള്ളൂ. ഈ 3 സ്പീഡ്സാണ് ഞാൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ആണ് ഇതുവരെ പറഞ്ഞത്. ബാക്കി നമുക്ക് ലാപ്പിങ്സ് അതുമാതിരിയുള്ള കോമൺ സാൻഡ് പേപ്പർ, ബ്രോഡ് ബെൽ സാൻഡ് പേപ്പർ, അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ID ഫീച്ചേഴ്സ് അതിനുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി സ്പെസിഫിക്കായിട്ട് ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് ബുക്സാണ്, നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ അറിയായിരിക്കും ഇതിനെ പറ്റിയിട്ട്. ഒന്ന് ഈ പുതിയ ബുക്ക് വേഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ഹെർക്കറിക്കറ്റ് സംഖ്യയുണ്ട് ബുക്ക്. വളരെ നല്ല ബുക്കാണ്. അത് ഒരു ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് മൂപ്പര് അതിൻ്റെ മേലെ വർക്ക് ചെയ്ത് പിന്നെ കംപ്ലീറ്റ് ലിറ്ററേച്ചർ ഇന്ത്യയിൽ ഇതുവരെയുള്ള അത് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള ഏകദേശം എല്ലാ ലിറ്ററേച്ചറും കമ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു വർക്കാണത്. അത് ഡയറക്റ്റായിട്ടാണ് സെല് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ലിങ്ക് ഉള്ളത്. ഡയറക്റ്റായിട്ട് സെല് എനിക്ക് തോന്നിയത് ആമസോണിലൊന്നും കിട്ടാനില്ല എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല. വേറെ ഏതൊക്കെ ഏജൻസി ഉണ്ടാകുന്നില്ല. ഡയറക്റ്റായിട്ട് ഓതർ തന്നെ ആണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു പഴയ ക്ലാസിക്കാണ്, ഷോർ ബേർഡ്സ്. ഞാനിപ്പോഴും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണിത്. 86 വാങ്ങിയതായിരുന്നു ത്രൂ ശാന്താറാം. ശാന്താറാം ആ സമയത്ത് അടിയാർ എസ്റ്ററിയിൽ പിന്നെ സ്ഥിരമായിട്ട് വേഡേഴ്സിനൊക്കെ ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരുന്നു. അപ്പം ശാന്താറാം മുഖേന ശാന്താറാമിന് എനിക്ക് എഴുത്ത് ആസം ന്യൂസ് ബേർഡേഴ്സിൽ എഴുതുന്ന കണ്ടിട്ടുള്ള പരിചയമുണ്ടായിരുന്നു. പക്ഷേ നമശിവായത്തിനെ നേരിട്ട് അറിയായിരുന്നു. അപ്പോൾ ത്രൂ നമശിവായനാണ് അറിഞ്ഞത് ഷോർ ബേർഡ്സ് അവൈലബിൾ ആണ്, ഇപ്പം കിട്ടാനുണ്ട്, ഇങ്ങനൊരു ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശാന്താറാം ചെന്നൈയിൽ അവിടെ ഒരു വർക്ക് ചെയ്യുന്നൊരു പിന്നെ ബുക്ക് ഷോപ്പ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അന്ന് ഡിഗ്രി കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത്. അങ്ങനെ ത്രൂ ശാന്താറാം വാങ്ങിയൊരു കോപ്പി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നല്ല ബുക്കാണ്, ഇപ്പോഴും അവൈലബിൾ ആണ്. സെയിം അത് റിവൈസ്ഡൊന്നും അല്ല, പക്ഷേ വളരെ റിലവൻ്റ് ആണ്. തെറവായിട്ട് നമ്മുടെ വേൾഡിലുള്ള മുഴുവൻ സ്പീഷീസും അതിലുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ ടെക്സ്റ്റും ഉണ്ട്. പിന്നെ ബ്രീഫായിട്ട് ഇത് നമ്മളെ പ്ലേറ്റ്സിൽ ഐഡൻറ്റിഫിക്കേഷൻ പ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഉള്ള ബ്രീഫ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ടെക്സ്റ്റും ഉണ്ട്. ഇത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ്, ഇന്ത്യയിലെ ബേർഡ്സിനെ മാത്രമേ നമുക്ക് പിന്നെ നോക്കണ്ട്. മറ്റേ കുട്ടത്തിൽ നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലുള്ള ബേർഡ്സിന് മാത്രം നമുക്ക് ആവശ്യമുള്ള എളുപ്പത്തിൽ എടുക്കാം. കുറെ കൂടി ഡീറ്റെയിൽ ടെക്സ്റ്റ് ഉണ്ട് ഈ സംഖ്യൻ്റെ ബുക്കിൽ. ഇതും ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബുക്ക് കാണുന്നുണ്ട്. ഇത് അത്ര ഞാൻ കുറച്ച് പേജസ് കണ്ടു അത്, പക്ഷെ അത് ഷോർ ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഷോർ ബേർഡ്സ് തന്നെയാണ് ഇപ്പോഴും ശരിക്ക് നമ്പർ 1 എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല, വളരെ നല്ല, ഇത് എപ്പോഴും വാങ്ങാം. ഇപ്പോഴും ആമസോണിൽ അവൈലബിൾ ആണ്. 2500 അങ്ങനത്തെ പ്രൈസ് ഉണ്ട്. പക്ഷേ വർത്ത് എവറി റുപ്പി ഓഫ് ദാറ്റ്, സംശയമില്ല. ഇത് 2 ബുക്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതെന്തായാലും നമ്മൾ ഇന്ത്യയിലെ ബേർഡ്സിൻ്റെ നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട് ഒരുപാട്. ഇതിൽ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി ഇപ്പം പല ആൾക്കാരും. പിന്നെ ഇങ്ങനൊരു പുസ്തകം ഉണ്ടായിരുന്നു പണ്ട്, സത്യമാഷും ജാഫറൊക്കെ കൂടിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം. വളരെ എലിമെൻ്ററി ആണ്,
ഇത് ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഒരു സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരുന്നു പബ്ലിഷ് ചെയ്തത്. അതിപ്പോഴേ അവൈലബിൾ ആണ്. PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ട്, കുറച്ച് ഐഡന്റിഫിക്കേഷൻ ടേബിൾസ് ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സത്യമാഷ് വരച്ച അസാധ്യ ഭംഗിയുള്ള കുറേ പ്ലേറ്റ്സ് ഉണ്ട്, ബ്യൂട്ടിഫുള്ളാണ്. അതിനു വേണ്ടി മാത്രം ശരിക്കും ഈ ബുക്ക് വാങ്ങാം. ബ്യൂട്ടിഫുള്ളാണ്, അസാധ്യ പെയിൻറ്റിങ്സ് ആണ്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ അവർ ZSIയിൽ കാലിക്കറ്റ് സെൻറ്ററിൽ അവർ പിന്നെ ഇത് പ്രിസർവ് ചെയ്ത് അവർ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലേ സത്യമാഷേ? അത് വേർത്ത് ഇറ്റ്. അതായത് ഈ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതിൽ PDF-ലുണ്ട്. ഇത് ഫോട്ടോഗ്രാഫ്സ് മുഴുവൻ ഞാൻ eBird ഡൗൺലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് അത് സ്പെസിഫിക് ആയിട്ട് ഓരോ ആരാ ഫോട്ടോഗ്രാഫേഴ്സ് എനിക്ക് മുഴുവൻ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അത് അവർക്കുള്ള താങ്ക്സ് എന്തായാലും. ഓക്കെ, യെസ്. ഇത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് സംശയ നിവാരണത്തിനുള്ള സമയമാണ്. ഓരോന്നും നമ്മൾ ഇപ്പോൾ ഒരാൾ മാത്രമല്ല, നേരത്തെ ശശിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്മളെപ്പോഴും ഒരു ID എടുക്കുമ്പോൾ നമ്മൾ നെറ്റിലൂടെ നോക്കുമ്പോൾ അത് നമ്മൾ തന്നെ വായിച്ചിട്ട് ID എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ നമ്മളോട് മറന്നു പോകും. നേരെ മറിച്ച് ഒരാൾ മുഖേന ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഓർമ്മ എപ്പോഴും നമുക്ക് നിൽക്കും. അത്തരം രീതിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫീൽഡ് പോകുന്ന സമയത്ത് 4-5 പേര് പോകുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടേതായ രീതിയിലാണ് ID ചെയ്യുക. അവർക്ക് ചില പ്രത്യേകത ഉണ്ട് ചിലർക്ക് ID ചെയ്യുന്ന സമയത്ത്. എല്ലാം നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കുറേ ഉണ്ട്. പരുന്തുണ്ട്, അതേപോലെ ലീഫ് ഓബ്ലസ് ഉണ്ട്. ലീഫ് ഓബ്ലസിനൊക്കെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നന്നായിട്ട് കോൾ അറിയാമെങ്കിൽ നമുക്ക് ID ചെയ്യാം. പക്ഷേ ഇതിന്റെ സാധനത്തൊക്കെ നമുക്ക് ഒരു കോൾ വെച്ചിട്ട് ID ചെയ്യാൻ പറ്റില്ല. അപ്പം പലതരത്തിലുള്ള മെത്തേഡ്സ് പലർക്കും ഉണ്ടാവും. അപ്പൊ ഇതിൽ തന്നെ ഓരോ ആൾക്കാർക്കും ഇനി ഏതൊക്കെ തരത്തിലുള്ള കാര്യം ഒന്ന് ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സംശയങ്ങളോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. 2 ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ വേഡേഴ്സ് ഓഫ് ഏഷ്യ നോർത്ത് അമേരിക്കയുടെ ലിങ്കാണ്. പിന്നെ വേറൊരു വേഡേഴ്സിന്റെ ബുക്കിന്റെ ലിങ്ക് ഞാൻ ചാറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഡൗൺലോഡ് ആണ്. ഓക്കെ, ഗുഡ്. അതുമാതിരി ജനറലി ഷോർ ബേർഡ്സിന്റെ നമ്പേഴ്സിന്റെ കാര്യം, അപ്പം നമുക്കിപ്പോൾ നേരിട്ട് അനുഭവമുള്ള പല സ്ഥലങ്ങളിലും വേഡേഴ്സിന്റെ നമ്പേഴ്സ് ഷോർ ബേർഡ്സിന്റെ നമ്പേഴ്സ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചു, അപ്പോൾ നമ്മളിപ്പം കറൻ്റ്ലി നമുക്ക് കാണുന്ന നമ്പേഴ്സാണ് നമ്മളെ പ്രസൻറ്റ് നോമായിട്ട് നമ്മൾ കണക്കാക്കുക. നമ്മളെ ഫാദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ ഉള്ള അവരെ പീരീഡിൽ കാണുന്ന ബേർഡ്സ് അധികം ഉണ്ടെന്ന് അവർ പറയെങ്കിൽ കൂടി ചിലപ്പം നമ്മൾ കാണുന്ന നമ്പേഴ്സാണ് നോർമൽ നമ്മൾ വിചാരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഷോർ ബേർഡ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്പേഴ്സ് വളരെ കുറയുന്നുണ്ട് എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. ഇനിയിപ്പോൾ eBird മാതിരി ഉള്ള ഇത് പ്ലാറ്റ്ഫോമിൽ കുറേ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് അറിയായിരിക്കും. ജനറലി കുറയുന്നുണ്ട് ഷോർ ബേർഡ്സിൻ്റെ നമ്പർ എന്ന് എനിക്ക് തോന്നുന്നത്. സ്പീഷീസ് പുതിയത് പിന്നെയും വരുന്നുണ്ട്, പക്ഷെ അതേസമയത്ത് ടോട്ടൽ നമ്പേഴ്സ് ഇപ്പോൾ മാടായിപ്പാറ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പണ്ട് ഇന്ന് വൈകുന്നേരം കൂടി ഞാൻ ജാഫറിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. 100 കണക്കിന് ബേർഡ്സ് ഓവർ സമ്മർ ചെയ്യാറുണ്ടായിരുന്നു അവിടെ. അതിപ്പോൾ പോയിട്ട് വളരെ കുറവായി. ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് മാത്രമല്ല കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ടൊരു പേപ്പർ കണ്ടു, ഇവിടെ തമിഴ്നാട് കോസ്റ്റിലെ ഓവർ സമ്മറിങ് ബേർഡ്സിൻ്റെ ഡിക്ലൈനെ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ മറ്റേ JOT ടാക്സിൽ കണ്ടു. അപ്പം ഇതിപ്പോൾ എല്ലാ സ്ഥലത്തുള്ള പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ബേർഡ്സിൽ ഈ പറഞ്ഞ eBird റിപ്പോർട്ട് വെച്ചിട്ടുള്ള അനാലിസിസിൽ എല്ലാ ഷോർ ബേർഡും ഡിക്ലൈനിങ് ആണ്. എല്ലാ ഷോർ ബേർഡും ചില്ലറ ഡിക്ലൈൻ അല്ല, ഭയങ്കര ഡിക്ലൈൻസ് ആണ് എല്ലാത്തിനും കാണുന്നത്. നമ്മുടെ ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഷോർ ബേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ പകുതിയിൽ കൂടുതലും ഓൾറെഡി IUCന്റെ ത്രെട്ടൺ ലിസ്റ്റിലുള്ള സ്പീഷീസ്. കർലി സൺപെപ്പർ, ഡൺലിൻ, ബാർട്ടേൽ ഗോഡ്വിറ്റ്, ഗ്രേപ്പ് റോബർ, ഓയിസ്റ്റർ ക്യാച്ചർ, യു നെയിം ഇറ്റ്, എല്ലാ സ്പീഷീസും IUCയിലുള്ളതാണ്. IUCN സ്പീഷീസിൽ ഇല്ലെങ്കിൽ അതെല്ലാം ഇന്ത്യയിൽ ഡിക്ലൈൻ ചെയ്യുന്നത്. ലെസർ സൺഫ്ലവർ ആണ് ഒരുവിധം 40-50% ഡിക്ലൈൻ, കെൻഡിഷ് ഫ്ലവർ 30-35% ഡിക്ലൈൻ ഉണ്ട്. ഇതെല്ലാം ഡിക്ലൈനിങ് ആണ്. നമ്മുടെ കേരള കോസ്റ്റിലും എല്ലാ സ്പീഷീസും ഡിക്ലൈൻ ആണ്. അപ്പോൾ ഈ ഒരു അനദർ 10 years കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ സ്പീഷീസ് ഉണ്ടാവും നമുക്കറിയില്ല. റിയലി സാഡ്. ഇപ്പോൾ മുമ്പൊക്കെ ഷോർ ബേർഡ്സിൻ്റെ കേസിൽ പറയാം ഈ ആർട്ടിക് സർക്കിളിലാണ് ഇവരൊക്കെ ബ്രീഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ലെമ്മിങ് സൈക്കിൾ അനുസരിച്ചിട്ട് ഷോർ ബേർഡ്സിൻ്റെ നമ്പേഴ്സിൽ സൈക്ലിക് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻ
ഡിസ്കഷൻസ് ഉണ്ടാവുന്ന മുമ്പ് ഉണ്ട്. ഇപ്പോഴെനിക്ക് തോന്നുന്നു അതൊന്നല്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ആർട്ടിക്കിൾ പോയ ഒരു ആള് പറയുന്നുണ്ടായിരുന്നു, കംപ്ലീറ്റ് അവിടെ സ്നോ ഇത് ചെയ്തിട്ട് ഐസ് ക്യാപ്പെല്ലാം ഷ്രിങ്ക് ചെയ്ത് അവിടെ ഈ ലൈക്കൻസ് എല്ലാം ഇങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് പൊടിയാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് ഇവരെ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചും ഹാബിറ്ററ്റ് ആൾട്രേഷൻസും ബാധിക്കുന്നത് നമ്മൾ അറിയില്ല. അപ്പം നമ്മൾ കാണുന്ന ബേർഡ്സിനെ നമ്മൾ നന്നായിട്ട് നോക്കുക. ഇനി എത്ര കാലം പെസിമിസ്റ്റിക് ആവുന്നതല്ല, പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. അതാണ് ഒരു വിഷമമുള്ളത്. ശശിയുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഷോർ ബേർഡ്സിന് വാഗ്രന്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ആർ ദി വാഗ്രന്റ് ഷോർ ബേർഡ്സ് വിച്ച് വി ഷുഡ് എക്സ്പെക്ട്? ഇപ്പം നമ്മൾ ഇന്നിപ്പോ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇപ്പം ഇതില്ലേ റെഡ് നെക്ട് അല്ലേ, ഇത് നമ്മൾ പറഞ്ഞ റെഡ് നെക്ക് സ്റ്റിന്റ് ഉണ്ട്, അതുമാതിരി ഡോയ്ച്ചർ, അതുമാതിരി പ്രവീൺ അതിനെ പറ്റി കുറച്ചുകൂടി അറിയായിരിക്കും. സ്ട്രാഗ്ലേഴ്സ് ആയിട്ടുള്ളത് ഏതാണ്? സാറ് ഒരു 3 ബുക്ക് കാണിച്ചിട്ട് 3ാമത്തെ ബുക്കിന്റെ പേരല്ലേ ബേർഡേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക എന്നുള്ളത്. എല്ലാ സ്പീഷീസും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടാം നമുക്ക്. എല്ലാ സ്പീഷീസും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതെ, നമുക്ക് അമേരിക്കൻ ഗോൾഡൻ ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ് അല്ലേ, അതുമാതിരി പെക്ടറൽ സാൻഡ് പേപ്പർ, ബഫ്രിസ് സാൻഡ് പേപ്പർ, ഇതൊക്കെ റെക്കോർഡ് അല്ല. യൂറോപ്പിലെ കാണുന്ന ബേർഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കണ്ടു. അതെ, അമേരിക്കൻ ബേർഡ്സ് ഏതും വരാം അവിടെ. അതിന്റെ ഇടയ്ക്ക് ഇന്ന് റിപ്പോർട്ട് കണ്ടല്ലോ, മുംബൈയുടെ തീരത്ത് ഒരു ആർട്ടിക് ടേൺ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എവിടെയോ ഒന്ന് വായിച്ചു, അതൊന്ന് പോസ്റ്റ് ചെയ്തു. യെസ്, ഇനി ആരും ചോദ്യങ്ങളില്ലേ? യെസ്, അത് നമുക്ക് ജിനുവോട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത മാസമോ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഏതെങ്കിലും ഒരു സമയം നമുക്ക് ജിനു ചർജിനെ കൊണ്ട് അത് ചെയ്യിക്കാം. നല്ല രസമായിരിക്കും. ഒരിക്കലും ഞങ്ങള് ഇന്ത്യ വൈഡ് റിക്വയർമെന്റ് ആണ്, ഇന്ത്യയിലും പലരും പറയുന്നുണ്ട്. യെസ്, അപ്പൊ അത് നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് മന്ത് ചെയ്യാം എന്തായാലും ഉറപ്പായിട്ടും. അതെ, യെസ്, അതെ, അത് യൂട്യൂബിൽ കിട്ടാനുണ്ട്. അപ്പൊ അത് ഒരുപാട് പേര് പറഞ്ഞു വളരെ യൂസ്ഫുൾ ആയിരുന്നു. ജിനു ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ, പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, ജിനുവിനെ കൊണ്ട് നമുക്ക് നല്ലതായിരിക്കും. ഒരു സെഷൻ വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് അത് മുമ്പ് അത് നമ്മൾ സെറ്റ് സൈൻ ചെയ്തതല്ലേ, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും? ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ദിനേശ് ആണ്. യെസ്, പറയൂ സർ. ആക്ച്വലി യൂസ് വെരി ഗുഡ് പ്രസന്റേഷൻ. ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഞാൻ ഇതിന്റെ ഓറിയന്റൽ പാറ്റേൺ കോളിന്റെ ബ്രീഡിങ് ദാവൺഗരയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കോളേർഡ് പാറ്റിംഗ് കോളിന്റെ ബ്രീഡിംഗ് ഉണ്ടോ? എങ്ങനെ കണ്ടിട്ടുണ്ടോ? എന്താണ് ശശി സാർ എന്തോ പറയുന്നുണ്ടായിരുന്നു? ഇല്ല, കോളേർഡ് പാറ്റിംഗ് കോളിന്റെ ഇല്ല. ഓറിയന്റൽ പാറ്റിംഗ് കോളിന്റെ ആണ് ബ്രീഡിംഗ് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോറി, കോളേർഡ് പാറ്റിംഗ് ഇല്ല. പക്ഷേ അതെ. ഓക്കെ, താങ്ക് യു. സംസാരിക്കുന്നില്ലെങ്കിൽ എന്താണ്? ആരും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരോ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് സെഷനിലേക്ക് കടക്കാവുന്നതാണ്. സാർ, ഒരു സംശയം. ഷോ ബേർഡ്സ് കേരളത്തില് ദേശാടകർ വരുന്ന സമയം ഏത് മാസമാണ്?
നമ്മുടെ ഫോറസ്റ്റ് ബേർഡ്സ് വരുന്ന പോലെ തന്നെ ഫോറസ്റ്റ് ബേർഡ്സ് വരുന്നുണ്ട്. ഇപ്പം സാൻഡ് പൈപ്പേഴ്സ് ഒക്കെ വളരെ നേരത്തെ എത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഓഗസ്റ്റിൽ വരുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്ക് തന്നെ ഒരുവിധം ബേർഡ്സ് ഒക്കെ കുറേ ബേർഡ്സ് വരും. ആക്ച്വലി ഞാനൊരു പക്ഷി നിരീക്ഷകനും അല്ലാത്ത സമയത്ത്, അതായത് ഓഫ് സീസണിൽ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വള്ളത്തേൽ മീൻ പിടിക്കാനായിട്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ പോകുന്ന സമയത്ത് കൂട്ടമായിട്ട് സാൻഡ് പേപ്പറുകളുടെ വലിപ്പമുള്ള പക്ഷികൾ പോകുന്ന കാണാം. പക്ഷെ മീൻ പിടിക്കാൻ പോകുന്നതുകൊണ്ട് ബൈനോക്കുലർ കൊണ്ടുപോകാത്തതുകൊണ്ട് അത് ഏതാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അപ്പം എൻ്റെ ഒരു സംശയം, ഇപ്പോഴേ അത് വന്നു തുടങ്ങിയതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. തട്ടേക്കാട് അധികം ഷോർ ബേർഡ്സിനെ അങ്ങനെ കാണാറില്ല. ഓഗസ്റ്റ് എൻഡിലൊക്കെ ആകുമ്പോഴേക്ക് വരാറുണ്ട്. പക്ഷെ അത് ആ സ്പെസിഫിക് ആയിട്ട് ആ ബേർഡ്സ് ഏതാന്ന് നമുക്ക് അറിയില്ല. വേറെ എനിക്കും മനസ്സിലായില്ല, കാരണം ഞാൻ ബൈനോക്കുലറും കൊണ്ടല്ല പോയതുകൊണ്ട് മനസ്സിലായില്ല. പക്ഷെ ഇതൊരു 15-നടുത്തൊക്കെ ഉള്ള കൂട്ടമായിരുന്നു. അപ്പൊ പുഴയുടെ അപ്പുറ സൈഡിലൂടെ, അപ്പൊ നമ്മൾ വള്ളം കൊണ്ടൊക്കെ പോകുമ്പോ അപ്പുറ സൈഡിൽ നിന്നൊക്കെ പറന്ന് പേടിച്ചു അങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈനോക്കുലേഴ്സ് എടുക്കാൻ നോക്കുക ഇനിയത്തെ പ്രാവശ്യം. അടുത്ത പ്രാവശ്യം ഒന്ന് പോയി നോക്കണം. പക്ഷെ എന്റെ സംശയം അതിപ്പോഴേ ദേശാടകരായിട്ട് ഇപ്പോഴും വന്നു തുടങ്ങിയോ എന്നുള്ളതാണ്. ഓഗസ്റ്റ് എൻഡൊക്കെ ആകുമ്പോഴേക്ക് വരും, കുറച്ചൊക്കെ വരാറുണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് വരാറുണ്ട്. എത്തിക്കഴിഞ്ഞ് പലതും വന്നു കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്. വുഡ്സ് ആൻഡ് പേപ്പറിന് അങ്ങനെ കാണാറുണ്ട് ഫോറസ്റ്റ് എഡ്ജിലൊക്കെ. ഓക്കെ. ഇനി ആരുമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പക്ഷെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോ ഈ ബേർഡ്സിനെ, നമ്മൾ അറിയാത്ത ബേർഡ്സിനൊക്കെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? KBM ഇല്ലേ നിങ്ങൾ? കേരള ബേർഡ് മോണിറ്ററിംഗ് ഗ്രൂപ്പിൽ? ഞാൻ ആക്ച്വലി ഇപ്പൊ ഞാൻ നാട്ടിലില്ല, ഞാൻ പുറത്താണ്. വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ചെയ്യുന്നതാണ്. ഇപ്പൊ ഏതാണ് ഗ്രൂപ്പ്, ഏതാണ് പറഞ്ഞത്? കേരള ബേർഡ് മോണിറ്ററിംഗ്. ഇല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടാൻ? വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. അതില് ജോയിൻ ചെയ്യാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങളെ നമ്പർ ഒന്ന് ഇതിൻ്റെ അകത്ത് അടിച്ചിട്ടാൽ മതി, അത് പറയാം ഞാനിപ്പോ. ഓക്കെ. പ്രവീൺജി ഒന്ന് ആഡ് ചെയ്യണം. നിഷാദിന് എന്തോ ഒരു സംശയം പറയുന്നുണ്ട്. നിഷാദ് ഹാൻഡ് റൈസ് ചെയ്ത്. മാഷെ, ഇനി ഗേൾസിന്റെ ഒക്കെ ഒരു സെഷൻ വെക്കാന്ന് പറയുന്നുണ്ട്. അതൊരു ഓഫ്ലൈൻ സെഷൻ പോസിബിൾ ആണോ? ഓഫ്ലൈൻ സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പല ഭാഗത്തുനിന്നും ട്രാവൽ ചെയ്ത് വരണം. പിന്നെ 2 ഹൈബ്രിഡ് ആക്കി വെക്കേണ്ടി വരും. ഹൈബ്രിഡായി ചെയ്യേണ്ടി വരും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാലിക്കറ്റോ തൃശ്ശൂർ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതില് കുറച്ചുകൂടി ഇതുപോലല്ല, കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. മീൻസ് ഇത് യൂസ്ഫുൾ അല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ഇത് കുറെ കാര്യങ്ങള്, ഇത് കുറെയൊക്കെ ഡൗട്ട്സ് ഇപ്പൊ ക്ലിയർ ആയി. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സംശയങ്ങളായിരുന്നു, പക്ഷെ അത് ഇപ്പോഴാണ് ക്ലിയർ ആയത്. പക്ഷെ ഗൾഫിന്റെ കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അത് ക്ലിയർ ആക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓഫ്ലൈൻ ആകുമ്പോൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. പ്രവീൺ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരുപാട് പേർക്ക് കേൾക്കണം, എല്ലാവർക്കും കോഴിക്കോട് വരാൻ പറ്റില്ല. ആദ്യം ഓൺലൈൻ ചെയ്യാം, പിന്നെ ഓഫ്ലൈൻ നോക്കാം. ഇത് അക്രോസ് ഇന്ത്യക്കുള്ള ഡിമാൻഡാണ് ജീവനെടുത്ത് ഡള്ള് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മള് കോഴിക്കോട് ഓഫ്ലൈൻ നടത്തിയാൽ ശരിയാവില്ല. രണ്ടും കൂടെ ഇപ്പൊ അബിന്റെ ചെയ്ത പോലെയൊക്കെ നമുക്ക് ചെയ്യല് പോസിബിൾ ആണോ? അബിന്റെ ഇപ്പൊ ഓൺലൈനായിട്ടും കുറെ ആള് കേട്ടു, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയി പോയിരുന്നു. അപ്പൊ ഇങ്ങനെ എറണാകുളത്ത് നടത്താം, ബാക്കി എല്ലാവർക്കും ഓൺലൈൻ എറണാകുളത്ത് നടത്താം. ജിനുവിന് അതായിരിക്കും എളുപ്പം. എവിടെയായാലും കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. പക്ഷെ ബാക്കിയുള്ള നോക്കിയാൽ മതി.
അല്ലേ? അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ട്, പുള്ളിക്ക് അധികം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ലിമിറ്റേഷൻ പറ്റില്ല. എറണാകുളത്ത് ഉള്ള ആരെങ്കിലും ഒരാൾ ഓർഗനൈസ് ചെയ്ത് നടത്തിയാൽ മതി. CNHS ഒക്കെ ഉണ്ടല്ലോ. നോക്കാം. അത് ഒരു കാര്യം ചെയ്യാം, അത് നമുക്ക് KPM ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്നിട്ട് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് നോക്കാം. നമ്മൾ ഫിസിക്കലി എത്ര പേർക്ക് വരാൻ പറ്റുമെന്നുള്ളത് നോക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഹൈബ്രിഡ് മോഡാക്കാം. പിന്നെ അത് മാത്രമല്ല യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. നോക്കാം. പ്രവീൺ ബ്രോ, ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ശരി. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പ്രാറ്റിംഗ് കോളിന്റെ ഡിഫറൻസ് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഇതിന്റെ രണ്ടിന്റെയും കാലിന്റെ സൈസിൽ എന്താ വ്യത്യാസം ഉണ്ടോ? ഓറിയന്റലിന്റെയും കോളേഡിന്റെയും, അഥവാ രണ്ടും ഫീൽഡിൽ നിന്ന് ഈ ഓറിയന്റൽ കുറച്ച് എന്താ വെച്ചാൽ കുറച്ച് ഹൈ സ്റ്റാൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കോളേഡ് കുറച്ചും കൂടി ഷോർട്ടർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലെന്താ വ്യത്യാസം ഉണ്ടോ? ലെഗ് സൈസില് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചിലപ്പോൾ അവര് ഇപ്പം അലേർട്ട് ആവുന്ന സമയത്ത് കുറച്ചിങ്ങനെ റേസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ. ചോദ്യം ചോദിക്കാൻ ഇനിയും ആൾക്കാർ കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നു, അവർക്ക് ചോദ്യം ചോദിക്കാം. ദിവിൻ ബ്രോ, ചോദ്യം ഉണ്ടോ? ഇല്ല, ഞാനത് നമ്പർ ആഡ് ചെയ്തത് പറയാൻ വേണ്ടി വിളിച്ചത്. ഓക്കെ. അതേപോലെ രാജീവ് തട്ടേക്കാട്, അദ്ദേഹം കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. യെസ് രജീവ്, പറയൂ രജീവ്. രജീവ് മൈക്ക് മ്യൂട്ട് അല്ലല്ലോ. ചോദ്യമില്ല എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് സെഷനിലേക്ക് പോകാമായിരുന്നു. ഹലോ, ആർക്കും ചോദ്യങ്ങൾ ഇനി അവശേഷിക്കുന്നില്ല എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് സെഷനിലേക്ക് കടക്കാം. ഹലോ, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് പറയാമോന്ന് അറിയില്ല. സത്യമാഷിനോട് അങ്ങോട്ട് പറയാനാണ്. സാറേ, തേക്കടിയിലെ സംഭവം അറിഞ്ഞിരുന്നോ? എന്താണ്? രാജ്കുമാർ സഞ്ജയ് സാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പമ്പാടി, യെസ്, അടുത്ത. യെസ് സാർ. ഓക്കെ, നമ്മളിപ്പം പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് ഞാൻ പ്രവീൺ ജയെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്രവീൺ സർ, പ്ലീസ്. താങ്ക്സ്. വളരെ ക്വിക്കായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് വേഡേഴ്സിനെ ശശികുമാർ സാറ് പരിചയപ്പെടുത്തുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സെഷൻ അല്ല സാറിന്. സാർ ഇതിനു മുമ്പ് 20 കൊല്ലം മുന്നേ വെമ്പനാട് വന്നിട്ടും ചെയ്തിട്ടുണ്ട്, പല അതർ മീറ്റിംഗും ചെയ്തിട്ടുണ്ട്. പണ്ട് തൊട്ട് ഈ മാടായിപ്പാറയിൽ സെഷൻ വെച്ച് അവിടെയും സാറ് ഈ പ്രസൻറ്റേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് സാറത് ഒരുപാട് ചെയ്തൊരു കാര്യം നമുക്ക് കൂടി ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു റിസോഴ്സിൻ്റെ ആ ഒരു ഡെപ്തും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് സാറ് സമയം കണ്ട് നമുക്ക് ഒത്തുവന്ന് പ്രസൻറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ ഫോർ ജോയിനിങ് ഓൾ ഓഫ് us. ഈ പറഞ്ഞ അമ്പാടി പറഞ്ഞ ബീച്ച് കോമ്പിങ് എന്നുള്ള പ്രോഗ്രാം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പ്രോഗ്രാമാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ ബേർഡ്സും എവറി ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ KBM മീറ്റിംഗ് വന്നപ്പോഴും അമ്പാടി പറഞ്ഞ പല ബേർഡ്സിൻ്റെ എണ്ണം നമ്മൾ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീച്ചുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബീച്ചുകളെല്ലാം ടൂറിസ്റ്റ് സെൻറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ബീച്ചിലൊരു സാങ്ച്വറി ഇല്ല, ഉള്ളത് ആ കൂടെ കടലുണ്ടി പറഞ്ഞ എസ്റ്റുറി സാങ്ച്വറിയാണ്. അപ്പം നാച്ചുറലി നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ബേർഡ്സിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാനായിട്ടുള്ളൊരു ഏരിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലും നല്ലപോലെ കുറയുന്നുണ്ട്. കേരളത്തിൽ കുറയുന്ന പോലെ തന്നെ പല വെസ്റ്റ് കോസ്റ്റ് എക്രോസും ഡിക്ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലിറ്റിൽ റിംഗ് ഫ്ലവർ, കെൻഡിഷ് ഫ്ലവർ, ലെസർ സാൻഡ് ഫ്ലവർ, കർലി സാൻഡ് പേപ്പർ, ഡൺലിൻ, എല്ലാ സ്പീഷീസും അക്രോസ് ഇന്ത്യ ഡിക്ലൈനാണ്. പലതും അക്രോസ് വേൾഡ് ഡിക്ലൈനാണ്. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ ബീച്ച് കുറയുന്നതാവും. പിന്നെ അതല്ലാതെ തന്നെ ദർ ഇസ് പ്രഷർ ഇൻ ദ ആർട്ടിക്. സാറ് പറഞ്ഞ പോലെ ആർട്ടിക് ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ
പണ്ട് ഈ സ്പീഷീസ് മാത്രമായിരുന്നു ബ്രീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രെഡേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം അവിടെ ഗ്രീനിങ് ഓഫ് ദ ആർട്ടിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ആയിട്ടുള്ള ഏരിയസ് നിന്ന് പ്രെഡേറ്റേഴ്സ് ഇപ്പോൾ ആർട്ടിക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ സ്പീഷീസൊക്കെ അവിടെ പോയി ബ്രീഡ് ചെയ്യുന്ന സമയത്ത് പ്രെഡേറ്റേഴ്സിന് എണ്ണം കൂടുമ്പോൾ അവിടെ ദർ ഇസ് എ ബ്രീഡിങ് ഡിക്ലൈൻ. അപ്പോൾ ആ ഒരു ആർട്ടിക് ഏരിയയിൽ ബ്രീഡ് ചെയ്യുന്ന കർലി സാൻഡ് പേപ്പറിനെ പോലെ ബ്രീഡ് ചെയ്യുന്ന സ്പീഷീസിന്, ഗോൾഡൻ ഫ്ലവർ പോലെ ബ്രീഡ് ചെയ്യുന്ന സ്പീഷീസിന് നല്ല ഡിക്ലൈൻ അവിടെ ബ്രീഡിങ് സമയത്ത് നടക്കുന്നുണ്ട്. അതുപോലത്തെ ഡിക്ലൈൻ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൈഡും വിൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബീച്ചിലില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആ ഒരു ബീച്ച് കോമ്പിങ് ഓപ്പറേഷൻ ഇപ്പോൾ 2 വർഷമായി നടന്നുകൊണ്ട് വരുന്നു. ഓഗസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ടിൽ മാർച്ച്. ഇറ്റ്സ് എ വെരി ക്രിട്ടിക്കൽ വൺ. അതിനകത്തുനിന്ന് ഡേറ്റ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ കോൺസർവേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡേറ്റ വെച്ച് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ സ്പീഷീസിന് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും കുറച്ച് ബീച്ചിലെങ്കിലും നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡേറ്റ ഉണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. നമുക്ക് ഇതുപോലത്തെ സെഷൻസ് ഉണ്ടാവും. വി കൻ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. Thank you and have a nice weekend. അതേപോലെ തന്നെ ഈ വരുന്ന മാസം സെപ്റ്റംബർ മാസത്തെ ബീച്ച് കോമ്പിങ് ആക്ടിവിറ്റി 6, 7, 8, 9 തീയതികളിലാണ് എന്ന് കൂടി ഒന്ന് ഓർപ്പിച്ചു കൊടുക്കുന്നു. എല്ലാവരും അത് മൈൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിന് ശിവകുമാർ സാറിന് കേരള ബീച്ച് കോമ്പിങ്ങിന്റെ പേരിൽ ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. Thank you, sir. Thank you.